പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമീൻ. ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ടും സന്മനസ്സുള്ളവർക്ക് സമാധാനം ആശംസിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി ക്രിസ്മസ് വരവായി. 2000 വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലേക്ക് ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ സ്വർഗം ചായച്ചിറങ്ങി വന്നു. എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് സ്വർഗം ചായച്ചിറങ്ങി വന്നത്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിലുള്ള സകല ചരാചരങ്ങളെയും നിർമ്മിച്ചുണ്ടാക്കി. മനുഷ്യവർഗത്തെ സൃഷ്ടിച്ച് മനോഹരമായ ഏദൻ തോട്ടത്തിൽ പാർപ്പിച്ചു. അവർക്ക് ഭക്ഷിപ്പാനായിട്ട് ഫലങ്ങളെ നൽകി. മഹത്വമേറിയ വസ്ത്രം അവരെ ധരിപ്പിച്ചു. തീർന്നില്ല, ദൈവത്തിന്റെ സാന്നിധ്യം കൂടി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവിക സാന്നിധ്യം കൂടിയുള്ള സമൃദ്ധിയുള്ള ജീവിതമായിരുന്നു ആദി മാതാപിതാക്കളായ ആദാമിനും ഹവ്വായിക്കും ദൈവം നൽകിയത്. എന്നാൽ ദൈവം നൽകിയ സമൃദ്ധിയെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവർ പാപത്തിലേക്ക് ആണ്ടുപോയി. പാമ്പിന്റെ രൂപത്തിൽ സാത്താൻ അവരെ പ്രലോഭിപ്പിച്ചപ്പോൾ അവർ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു. മനോഹരമായ ഏദൻ തോട്ടത്തിൽ നിന്നും ദൈവിക സാന്നിധ്യത്തിൽ നിന്നും അവർ അന്യമാക്കപ്പെട്ടു. എന്നാൽ ദൈവം അവരെ വെറും കൈയോടെ അയച്ചില്ല. തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം, ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ഏദനിൽ നഷ്ടപ്പെട്ടു പോയ സമൃദ്ധിയിലേക്ക് മനുഷ്യവർഗത്തെ തിരികെ കൊണ്ടുപോകുവാനാണ്. എന്നാൽ ഇന്നത്തെ ലോകത്തിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ, നമ്മുടെ ജീവിത പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ, ആ സന്മനസ്സുള്ള ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുവാനല്ല, മറിച്ച് ഈ ലോകത്തിന്റെ ആർത്തിയുടെ സംസ്കാരത്തിന്റെ ഭാഗമായി തീരുവാനാണ് നാം ഓരോരുത്തരും യത്നിക്കുന്നത്. ആ ജീവിതത്തിന്റെ ഭാഗമായി നാം ജീവിക്കുമ്പോൾ സന്മനസ് നാം നഷ്ടപ്പെടുത്തുന്നു. മറ്റുള്ളവരെ ചൂഷണം ചെയ്തുകൊണ്ട്, പ്രകൃതിയെ പോലും ചൂഷണം ചെയ്തുകൊണ്ട് മലിനമായ ഒരു ജീവിതമാണ് നാം നയിക്കുന്നത്. എന്നാൽ ക്രിസ്മസ് നമുക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ നമ്മുടെ ജീവിതം സന്മനസ്സുള്ളതായി തീരണം. അങ്ങനെ സന്മനസ്സുള്ളവർക്ക് മാത്രമാണ് ക്രിസ്തുമസിന്റെ സന്ദേശം അർത്ഥപൂർണമാകുന്നത്. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് സമൃദ്ധിയുള്ള ദൈവിക ജീവിതത്തിലേക്ക് നമ്മെ തിരികെ കൊണ്ടുപോകുവാനാണെങ്കിൽ നമുക്കും ആ സമൃദ്ധിയുള്ള ജീവിതത്തിനായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. നമ്മുടെ ജീവിതം സന്മനസ്സുള്ളവർക്കായി നമുക്ക് മാറ്റിവെക്കാം. സന്മനസ്സുള്ള ജീവിതത്തിന്റെ ഉടമകളായി നാം തീരുമ്പോൾ അവിടെ ക്രിസ്മസ് പൂർണ്ണമാകും. സിംഗപ്പൂർ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുന്ന ഈ വേളയിൽ ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമക്കൾക്കും ക്രിസ്മസിന്റെ നന്മകളും ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.